ഇത് അടുത്ത ജനറേഷൻ ക്യാമറയാണ്. ഇതിന് LDS എന്നാണ് പറഞ്ഞത്, ലെൻസ് ഡാറ്റ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ക്യാമറാമാൻ്റെ അസിസ്റ്റൻസ് ആണ് എത്ര എന്തൊക്കെ അപ്പറേച്ചർ എത്രയായിരുന്നു അതെല്ലാം ഫുട്ടേജ് ഫോക്കസ് ലെങ്ത് അതെല്ലാം എഴുതി വയ്ക്കുമായിരുന്നു പണ്ട്. ഇതിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഇത് റെക്കോർഡഡ് ആവും. അപ്പം ഇതിൻ്റെ വീഡിയോ ഫോമാറ്റിനോടൊപ്പം അത് റെക്കോർഡായിട്ട് കിട്ടും. അത് ക്യാമറാമാന് വളരെ ഹെൽപ്ഫുള്ളാണ്. അത് ഈ ക്യാമറയുടെ പ്രത്യേകതയാണ്. ഇതിന് പറയുന്ന ആരിഫ്ലെക്സ് 435 എക്സ്ട്രീം എന്നാണ് പറയുന്നത്. ഇതിൽ വേറെ that can go from 1 to 150. This can go from 0.1 frame to 150 frames per second. ഇത് 0.1 ഫ്രെയിം ടു 150 ഫ്രെയിംസ് പെർ സെക്കൻഡ് റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ക്യാമറയ്ക്ക്. ഇതിന് ഈ ക്യാമറയ്ക്ക് നേരത്തെ കണ്ട ക്യാമറയിൽ നിന്നുള്ള വ്യത്യാസം ഇത് ഒരു വയർലെസ് സിസ്റ്റത്തിൽ ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റമാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ അടുത്ത് ചെല്ലാതെ മാറി നിന്ന് ഇത് ഓൺ ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. DOPക്ക് ക്യാമറാമാന് മാറി നിന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ഫ്രെയിംസിൻ്റെ സ്പീഡ് ഇതിൽ 0.1 ടു 150 ഫ്രെയിംസ് ചെയ്യാൻ പറ്റും. റാമ്പിങ് സ്മൂത്തായിട്ട് റാമ്പ് ചെയ്യാൻ പറ്റും. മറ്റേ 435 ഉണ്ടായിരുന്നതിനേക്കാൾ സ്മൂത്തായിട്ട് ഇതിൽ റാമ്പ് ചെയ്യാൻ പറ്റും. FEM എന്താണ് അതിൻ്റെ Functional expansion module. ഫങ്ഷണൽ എക്സ്പാൻഷൻ മോഡ്യൂൾ. ഈ ഗ്ലോ കണ്ടോ? ഈ ഗ്ലോ ആണ് ഇതിൻ്റെ അഡീഷണൽ. ഡാർക്ക് ആകുമ്പോൾ ഈ ഗ്ലോ റെഡ് കളറിൽ കണ്ടോ? സാധാരണ ക്യാമറയിൽ അത് ഇങ്ങനെയായിരിക്കും. സാധാരണ ക്യാമറയിൽ അത് ഇങ്ങനെ ഈ ബ്ലാക്ക് ലൈനായിരിക്കും. അവിടെ തന്നെ വെച്ചാൽ ഇതാ ഇപ്പോൾ ഗ്ലോ ആവണുണ്ട്. ക്യാമറ ഓൺ ചെയ്യാൻ രണ്ട് സൈഡിലും സ്വിച്ച് ഉണ്ട്. ഇതൊരു സ്വിച്ചാണ്, ഈ സൈഡിൽ സ്വിച്ച് ഉണ്ട്. അതായത് ഇപ്പുറത്ത് ഇവിടെയുണ്ട് സ്വിച്ച്. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ക്യാമറാമാൻ്റെ സൗകര്യം അനുസരിച്ച് ഏത് സ്വിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം അതിനെന്താണ് പ്രാധാന്യം എന്ന് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ തോന്നും. പക്ഷേ ഇതൊരു പ്രത്യേക പൊസിഷനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ ആവശ്യകത മനസ്സിലാവുക. അതാണ് വേറെ കമ്പനികളുടെ ക്യാമറയും ആരിഫ്ലെക്സ് കമ്പനിയുടെ ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം. ഇത് സിനിമാറ്റോഗ്രാഫർ കൂടെ നിന്നുണ്ടാക്കുന്ന ക്യാമറയാണെന്ന് വേണം വിചാരിക്കാൻ. കാരണം മറ്റാളുകൾക്ക് സിനിമാറ്റോഗ്രാഫർ എന്താണ് ഫീൽഡിൽ അനുഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അവർ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ക്യാമറയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമറാമാന്, ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ക്യാമറാമാനാണ് അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ക്യാമറ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അറിയാം. ഇത് ഈ ഐപീസിൻ്റെ പ്രത്യേകത, ഈ ഒരേ ഐപീസിൽ തന്നെ 35 ഫ്രെയിം ആക്കിയിട്ട് കാണാം, സ്കോപ്പിലും കാണാം. അതൊരു അഡ്വാൻറ്റേജാണ്. ഈ സ്വിച്ചാണ് ഇതിലാണ് അത് മാറ്റുന്നത്. എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് കിട്ടിയത്. കാരണം ഇത് സാധാരണ ഒരു സിനിമാറ്റോഗ്രാഫർ വന്ന് വിശദീകരിക്കേണ്ട കാര്യമാണ്. എനിക്ക് ക്യാമറയോടുള്ള എൻ്റെ പ്രണയത്തിന് ദൈവം തന്ന സമ്മാനമായിരിക്കും ഈ എപ്പിസോഡുകളെന്ന് ഞാൻ വിചാരിക്കും.